SS World അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ കോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ: റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ, മോഡൽ എക്സാം, ടോപ്പിക്സ് വൈസ് എക്സാം. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന കോഴ്സ് ഫീ 2999 രൂപ മാത്രമാണ് വരുന്നത്. അത് 500 രൂപ അടച്ചിട്ട് ബാക്കി ക്യാഷ് നിങ്ങൾക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ഇനി കോഴ്സ് ഫീ മൊത്തമായിട്ട് അടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ലിങ്കും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയലുകളും മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയക്കുക. എന്നിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കോഴ്സ് കൂടി ഉണ്ട്, ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്, എക്സാം ബാച്ച്. അപ്പോൾ ഈ 2999 രൂപയുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഈ എക്സാമിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിന് 2999 രൂപ വരുന്നത്. ഇനി എക്സാം മാത്രം മതി താല്പര്യമുള്ള ആളുകൾക്ക് എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 1500 രൂപയാണ്. അതും 500 രൂപ അടച്ചിട്ട് ബാക്കി ക്യാഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടച്ച് തീർക്കാവുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ചുള്ള അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ ടെലഗ്രാം ചാനലിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു HSA SS ബാച്ച് 1 2025 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ എക്സാം ബാച്ച് SS വേൾഡ്. ഇതിൽ രണ്ടിലുമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസിൻ്റെ ഈ ബാച്ചും അതുപോലെ തന്നെ എക്സാം ബാച്ചും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സാം ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്ക് ഈ എക്സാം ബാച്ച് മാത്രമാണ് നിങ്ങൾ കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളുക, ഇതിൻ്റെ പേര് HSA SS ബാച്ച് 1 2025 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജനറൽ, അതുപോലെ വേൾഡ് ഹിസ്റ്ററി, പ്രിൻറ്റിംഗ് നോട്ട്, ഹ്യൂമൻ റീജിയണൽ ജോഗ്രഫി, റിവിഷൻ എക്സാം ടോപ്പിക് വൈസ്, പൊളിറ്റിക്കൽ സയൻസ്, മെത്തഡോളജി ഓഫ് സോഷ്യൽ സയൻസ്, മോഡൽ എക്സാം 100 മാർക്ക്, GK കറണ്ട് അഫയേഴ്സ്, ഇന്ത്യ ആൻഡ് കേരള ഇക്കോണമി, എക്കണോമിക് തിയറി, ബാങ്കിങ്, അതുപോലെ ഹിസ്റ്ററി ആൻഡ് കേരള ഇക്കോണമി, ഫിസിക്കൽ ജോഗ്രഫി, ഫ്രീഡം മൂവ്മെൻറ്റ്, ടോപ്പിക് വൈസ് മോഡൽ ക്വസ്റ്റ്യൻ, റിനേസൻസ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ജസ്റ്റ് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി, നമ്മുടെ മൊഡ്യൂൾ 8 അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത മെസ്സേജിൽ മൊബൈൽ ഫോണിൽ ഇതുപോലെ തന്നെയാണ് വരിക കേട്ടോ. ഞാൻ ലാപ്ടോപ്പിലാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ മുകളിൽ പോകും. ആദ്യത്തെ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്ലാസ് ലഭിക്കും. അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ഒരു PPT നോട്ട്, ആ ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലാസ്സുകൾ കിട്ടും. പിന്നെ രണ്ടാമത്തത് നമ്മൾ ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് വേൾഡ് പോപ്പുലേഷൻ. നമ്മുടെ സിലബസിൽ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്, മൊഡ്യൂൾ 8. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ PPT നോട്ട്, ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലൊന്നും നമ്മളിങ്ങനെ PDF ഈ PPT ഷെയർ ചെയ്തിട്ടില്ല. കുറച്ച് ക്ലാസ്സുകൾ മാത്രമാണ്, നമുക്ക് സമയം കുറവ് കാരണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആ നോട്ടൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വേൾഡ് പോപ്പുലേഷൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാം. സ്റ്റഡി നോട്ട് 1 എന്ന് പറഞ്ഞുകൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വേൾഡ് പോപ്പുലേഷനിലെ 1ാമത്തെ നോട്ടാണിത്. ഹ്യൂമൻ റീജിയണൽ ജോഗ്രഫി. അതിലെ ടോപ്പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 92 പേജുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അതിലെ ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകളുടെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ടോപ്പിക്ക് അനുസരിച്ചുള്ളത്. പിന്നെ നമ്മളിപ്പോൾ എക്സാം ബാച്ചിലായിരിക്കും ഇതിൻ്റെ ടോപ്പിക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ PDF ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ PDF നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ ഉണ്ട്, അതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ PDFൻ്റെ ഒക്കെ ഓരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. SS വേൾഡ് അക്കാദമി ഇതിൽ പാർട്ട് B മൊഡ്യൂൾ 8 1ാമത്തെ നോട്ടാണ്. അതിൽ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ നോട്ടുകളാണുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ആ നോട്ടിൻ്റെ ഒക്കെ നമ്മുടെ സിലബസും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 16ലെയും 2022ലെയും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നേരെ ആ ടോപ്പിക്ക് വളരെ വിശദമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളിത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ മൊഡ്യൂളുകളും ഒരു A4 ഷീറ്റിൻ്റെ മുന്നിൽ 2 പേജും അതുപോലെ ബാക്കിൽ 2 പേജും വരുന്ന രീതിയിൽ, ഇത് മൊത്തം 92 പേജ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേജിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഒരു A4ൻ്റെ മുന്നിൽ 2ഉം ബാക്കിൽ 2ഉം വരുന്ന രീതിയിൽ എടുക്കുക.
അപ്പോൾ അതുപോലെ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ കയറി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, പിന്നെ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടോ മീനിങ് ഇമ്പോർട്ടൻസ് അപ്രോച്ച് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്, അതിൽ ക്ലിക്ക് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ PPT, അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, പിന്നെ അതിൻ്റെ അടുത്തൊരു ക്ലാസ് ഇവിടെ കിട്ടും പാർട്ട് 2, ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ PPT, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞു സമയക്കുറവ് കാരണം നമ്മൾ ഇനി മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ടോപ്പിക് വൈസ് എക്സാമിലായിരിക്കും, എക്സാം ബാച്ചിലായിരിക്കും അത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ കോഴ്സ് എടുത്ത ആളുകൾക്ക് ഇത് രണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ കോഴ്സ് ഗ്രൂപ്പിൽ ഒരു മോഡൽ എക്സാം 100 മാർക്ക് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക് വൈസ് മോഡൽ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്ത ക്ലാസ്സുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള ഓരോ ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതൊരു സിസ്റ്റമാറ്റിക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാം ബാച്ച് ഉണ്ട്. അപ്പോൾ ആ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഒരു വഴി ഇവിടെ നിങ്ങൾക്ക് ഈ റിവിഷൻ എക്സാം ടോപ്പിക് വൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ റിവിഷൻ എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടും. ഇനി നിങ്ങൾക്ക് എക്സാം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടല്ലോ, നിങ്ങൾ ആ ഈ റിവിഷൻ എക്സാം ടോപ്പിക് വൈസിൽ കയറിയിട്ട് ഇതിൻ്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എക്സാം ബാച്ചിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എക്സാം ബാച്ച് പറഞ്ഞു, കോഴ്സ് എടുത്ത ആളുകൾക്ക് 2999 രൂപയുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് ഇത് എക്സാം ബാച്ചും കിട്ടും, നിങ്ങൾക്ക് കോഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. HSSS ബാച്ച് 2025 എന്ന് പറഞ്ഞിട്ടുള്ളതും അതിൽ നിങ്ങൾക്ക് കിട്ടും, ആക്സസ് കിട്ടും. അപ്പോൾ ഇനി എക്സാം ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്ത ആളുകൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. എങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എന്നുള്ളത്. ആദ്യം ടൈം ടേബിൾ ടോപ്പിക് വൈസ്. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1-ാം തീയതി ജൂലൈ 1-ാം തീയതി പാർട്ട് B മൊഡ്യൂൾ 1 ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, അത് വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം അതിൻ്റെ ആ ഒരു മൊഡ്യൂൾ 1 കൊടുത്തിട്ടുണ്ട്, സിലബസ് ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇനി ജൂലൈ 1-ാം തീയതി ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി. ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയുടെ ഒരു നോട്ട് ഒന്ന് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ഇടുക. അപ്പോൾ എല്ലാത്തിലൊന്നും നമ്മൾ നോട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അതിന് കോഴ്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറാം. കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നോട്ടും ക്ലാസ്സൊക്കെ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ കോഴ്സ് മൊത്തം എടുത്ത ആളുകൾക്ക് എല്ലാം ലഭിക്കും. ഓക്കെ, ഇനി അതേപോലെ മോഡൽ എക്സാം 100 മാർക്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത 2016 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ 22 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ലഭിക്കും. പിന്നെ ഒരു ബബിൾ ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ബബിൾ ഷീറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്തത് പ്രിന്റ് എടുത്ത് വെക്കാം, അതിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കണ്ടോ, HSA മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 1, ഇത് 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസും അതിലുണ്ട്. 1020 ഇംഗ്ലീഷിലും പിന്നൊക്കെ നമ്മുടെ 80 മാർക്കിൻ്റെ ചോദ്യം മലയാളത്തിലുമാണ്. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇവിടെ പോളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 52 മാർക്ക് കിട്ടി, നിങ്ങൾ ഇതിലത് പോൾ ചെയ്യാം. ഇനിയിപ്പോൾ 70 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് പോൾ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ കണ്ടാവും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലെ എല്ലാ പോളും അതിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എത്ര കിട്ടിയ മാർക്ക് ഇതിൽ നിങ്ങൾക്ക് പോൾ ചെയ്യാം. ഇപ്പോൾ 0 മുതൽ 20 ഇത് കൊടുക്കുക, 21, 30, 31, 40 കുറച്ചുകൂടി ഒരു ആക്യുറസി ഇട്ടാണ്. 41, 45 ഇതിൽ പോൾ ചെയ്യുക, 46, 50 ഇതിൽ പോൾ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇനി പഠിക്കാണ്ട്, ഇതിലുള്ള ആളുകൾ എത്രത്തോളം ഇതിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിക്ക് ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പോളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന് താഴെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞു, ഈ എക്സാമും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഏകദേശം ഡെയിലി എല്ലാ ദിവസവും എക്സാം വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സിലബസ് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിൻ്റെ റിവിഷനും കൂടി നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിവിഷനും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാം ബാച്ചിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ പറഞ്ഞു HSSS ബാച്ച് 1 നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകളും മെറ്റീരിയലുകളൊക്കെ ലഭിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത്, പ്രിന്റിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുള്ള PDF മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ നിങ്ങൾ കിട്ടുമ്പോൾ ഇത് പാർട്ട് ഇയറിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ്റെ ഒരു നോട്ടാണ്. അത് പഠിക്കുന്നത് നല്ലതാണ്. കേരള റിനൈൻസസിന് 2 നോട്ട് ഉണ്ട്. അതിലൊരു നോട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ നോട്ട്
ഇനി ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് അത് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ നോട്ടാണ്. അതിൽ ടോപ്പിക് ഇതാണ് വരുന്നത്. അതിൽ മൊത്തം എത്ര പേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 80 പേജുകളൊക്കെ നിങ്ങളൊരു A4 മുന്നിൽ 2ഉം ബാക്കിൽ 2ഉം വരുന്ന രീതിയിൽ എടുത്ത 20 പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രിന്റ് എടുക്കാൻ പറ്റും. ഫോൺ സൈസ് 15 ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വായിക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പാർട്ട് ബി മൊഡ്യൂളാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു നോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു A4 മുന്നിൽ 2ഉം ബാക്കിൽ 2ഉം വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ കടക്കാരോട് എന്ത് ചെയ്താൽ മതി, ഇത് നിങ്ങൾക്ക് ഡബിൾ സൈഡായിട്ട് എടുത്ത് തരാൻ പറഞ്ഞത്. കാരണം ഓൾറെഡി ഒരു A4 മുന്നിൽ 2ഉം ബാക്കിൽ 2ഉം വരുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇതിൽ പ്രിൻറ്റിംഗ് നോട്ടിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്ന് അതത് മൊഡ്യൂളുകളായിട്ടുള്ളൊരു ഫയലൊക്കെ വാങ്ങി വെച്ചിട്ട് ആ ഫയലിന് ഓരോ പേര് കൊടുത്തിട്ട് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ നോട്ടായിൽ ഇടാം. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നോട്ടായിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് നോട്ടുകൾ കിട്ടുക. അപ്പോൾ ഓരോ നോട്ടും വളരെ കൃത്യമായിട്ട് അതിൽ റെഫർ ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള നോട്ട് കണ്ടോ, അതിലുള്ളത് ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഡി നോട്ടും ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അടങ്ങുന്ന ഒരു നോട്ടാണിത്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ടൈം സീസൺ അടങ്ങുന്ന ഒരു നോട്ടാണിത്. ഓക്കെ, അപ്പോൾ അതൊരു A4 മുന്നിൽ 2ഉം ബാക്കിൽ 2ഉം വരുന്ന രീതിയിൽ നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, വളരെ വിശദമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വോയിസ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ല എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയച്ചോളാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മൊത്തം കോഴ്സ് ഫീ എക്സാം ബാച്ച് അടക്കം 2999 ഇനി എക്സാം ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ജില്ലയും എക്സാം ബാച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്